പെരിയ കൊലക്കേസിലെ 4 പ്രതികളുടെ ശിക്ഷാവിധിക്ക് സ്റ്റേ. ഹൈക്കോടതിയാണ് സ്റ്റേ അനുവദിച്ചത്. കെ.വി. കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി എന്നിവരുടെ ശിക്ഷയാണ് മരവിപ്പിച്ചത്. കെ.വി. കുഞ്ഞിരാമൻ, കെ. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, കെ.വി. ഭാസ്കരൻ എന്നിവർ സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് ഹൈക്കോടതി നടപടി. 4 പേർക്കും CBI കോടതി 5 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഈ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്ത് 4 പേർക്കും ഉടൻ ജാമ്യം അനുവദിക്കാൻ ഉത്തരവിട്ടു. വിശദമായ ഉത്തരവ് പിന്നീട് പുറപ്പെടുവിപ്പിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി CBIക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. CBI കോടതി ഉത്തരവ് വസ്തുതകൾ പരിശോധിക്കാതെ കേട്ടുകേൾവിയുടെ മാത്രം അടിസ്ഥാനത്തിലുള്ളതാണ് എന്നതായിരുന്നു 4 പേരുടെയും ആക്ഷേപം. കുറ്റകൃത്യത്തിലോ ഗൂഢാലോചനയിലോ ഒരു തരത്തിലും തങ്ങൾ പങ്കെടുത്തിട്ടില്ല എന്നും 4 പേരും അപ്പീലിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. IPC 225 പ്രകാരം പ്രതികളെ സഹായിച്ചു എന്നതായിരുന്നു 4 പേർക്കുമെതിരെയുള്ള കുറ്റാരോപണം. ഇതിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ CBIക്ക് കഴിഞ്ഞില്ല എങ്കിലും 4 പേരെയും വിചാരണ കോടതി ശിക്ഷിക്കുകയായിരുന്നു. ഇതിനാണ് 4 പേരും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. CBI രാഷ്ട്രീയ പ്രേരിതമായാണ് 4 പേരെയും പ്രതി ചേർത്തത് എന്ന ആരോപണം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു. ഹൈക്കോടതി ഇടപെടൽ CBIക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. 5 വർഷം തടവും 10,000 രൂപ വീതം പിഴയുമായിരുന്നു വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ചിരുന്നത്. ശിക്ഷ മരവിപ്പിച്ചതോടെ 4 പ്രതികൾക്കും ജാമ്യം ലഭിക്കും. വിചാരണ കോടതി വിധിക്കെതിരെയുള്ള അപ്പീലിൽ പിന്നീട് വാദം കേൾക്കും. 2019 ഫെബ്രുവരി 17 രാത്രി 7:45 പെരിയ കല്ലൂട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത് ലാൽ എന്നിവർ കൊല്ലപ്പെട്ടത്. പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം ജീപ്പിലെത്തിയ അക്രമികൾ ഇവരെ ഇടിച്ചിട്ട ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ 14 പ്രതികളുണ്ടായിരുന്നു. പിന്നീട് കേസ് CBI അന്വേഷിച്ചപ്പോൾ കുഞ്ഞിരാമൻ അടക്കം പ്രതികൾ 24 ആയി. എന്നാൽ വിചാരണ കോടതി ഇതിൽ പ്രതികളെ വെറുതെ വിടുകയും 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ നൽകുകയുമായിരുന്നു. ഇതിൽ 5 വർഷം ശിക്ഷ കിട്ടിയവരായിരുന്നു കുഞ്ഞിരാമൻ അടക്കമുള്ളവർ. CBI പ്രത്യേക കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ 4 പ്രതികൾ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നതാണ് 4 പേരെയും ശിക്ഷിക്കാൻ കാരണമായത്. ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം 1 മുതൽ 8 വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും 2 പേർ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടവരുമാണെന്ന് കണ്ടെത്തുകയും ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയുമായിരുന്നു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യ 8 പ്രതികളായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ A. പീതാംബരൻ, CJ സജി എന്ന സജി ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ ശ്രീരാഗ്, A. അശ്വിൻ, A. സുബീഷ് എന്നിവരും 10ാം പ്രതി T. രഞ്ജിത്ത്, 10ാം പ്രതി വിഷ്ണുസുര എന്നിവർക്കാണ് ജീവപര്യന്ത ശിക്ഷ. ഇരുവരും വൈകാതെ അപ്പീലുമായി ഹൈക്കോടതിയിലെത്താൻ സാധ്യതയുണ്ട്.